കാലിയായി. ഇന്ന് വൈകിട്ട് സുലുവിനെ സിനിമയ്ക്ക് കൊണ്ടുപോകണമെങ്കിൽ കടം വാങ്ങിക്കണം. ഇങ്ങനെ പോയ ഈ ബിസിനസ് നഷ്ടത്തിലാകും. ബാങ്ക് ലോൺ, കടത്ത, ഈ ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ഇനിയിപ്പോ ഒരു ലോട്ടറി എടുക്കുന്നത് ഭാഗ്യം അതുവഴി വന്നാലോ? മുതലാളി, ഭാഗ്യം മാത്രം പോരെ. പിന്നെ അതെ, താൻ പാതി ദൈവം പാതി എന്നല്ലേ ചൊല്ല്. അതുകൊണ്ട് മുതലാളി TV-യിൽ വരുന്ന കോടീശ്വരം പരിപാടി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എന്നാൽ അടുത്ത ആഴ്ചത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. ചോദ്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ആൻസർ ചെയ്താൽ നാളത്തെ കോടീശ്വരൻ ഞാനായിരിക്കും. അതിന് ജനറൽ നോളജ് ഒക്കെ വേണ്ട. ജനറൽ നോളജ് കൂട്ടാൻ വേണ്ടി ഞാൻ ACC ഗൈഡ് വാങ്ങിച്ച് പഠിക്കുന്നുണ്ട്. എന്നാവുന്ന പരീക്ഷിച്ച് നോക്കാമല്ലോ. ഏത് ചോദിച്ചാലും നീ പറയൂ. ശരിക്കും എന്നാവുന്ന പരീക്ഷിച്ചിട്ട് തന്നെ. അങ്ങനെയാണെങ്കിൽ നീ ഇപ്പം സ്റ്റുഡിയോയിലാണ് സത്യത്തിൽ, ഞാനാണ് ഈ പ്രോഗ്രാം നടത്താൻ പോണം. ശരി, നമുക്ക് നോക്കാം. വ്യക്തി റൗണ്ട് ഇവിടെ ആരംഭിക്കുന്നു. എല്ലാവരും കൈ വസറിനോടടുത്ത് ചേർത്ത് വച്ചിരിക്കും. ഞാനിവിടെ പറയാൻ പോകുന്ന ഡയലോഗ് ആരും പറഞ്ഞ ഡയലോഗാണ്. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും. ആരും വസനം ഓർത്തിരിക്കുന്നത്? ആരും വസനം ഓർത്തിയിട്ടുണ്ടല്ലോ? ആ പാർട്ടിസിപ്പന്റ് ബി ആണ് വസനം ഓർത്തിരിക്കുന്നത്. പാർട്ടിസിപ്പന്റ് ബി ഉത്തരം പറയൂ. സുരേഷ് ഗോപി. ഉത്തരം വളരെ ശരിയാണ്. വെൽക്കം ടു കോടീശ്വരൻ പ്രോഗ്രാം. താങ്ക് യു സർ, താങ്ക് യു. എന്താ പേര്? സുഗുണൻ. സുഗുണൻ എന്ത് ചെയ്യുന്നു? ഞാനൊരു മൊബൈൽ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ ഈ കോടീശ്വരൻ പ്രോഗ്രാമിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ സുഗുണനോട് ഒരു കുസൃതി ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. വെള്ളത്തിൽ അലിഞ്ഞു പോകുന്ന പൂവ്. വെള്ളത്തിൽ അലിഞ്ഞു പോകുന്ന പൂവ്. ഷാമ്പു. അപ്പോൾ നമുക്ക് ശരിക്കുള്ള ചോദ്യത്തിലേക്ക് കടക്കാം. സുഗുണന് ഈ പ്രോഗ്രാമിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം നന്നായി അറിയാമല്ലോ. ഓരോ ചോദ്യത്തിനും 3 ഉത്തരങ്ങൾ സുഗുണന് മുന്നിലുള്ള കമ്പ്യൂട്ടറിൽ തെളിഞ്ഞു വരും. ഏത് ഉത്തരം ശരിയായ ഉത്തരം സുഗുണൻ സെലക്ട് ചെയ്യുന്നു, അത് നമ്മൾ കമ്പ്യൂട്ടറിനോട് ചോദിക്കുന്നു. കമ്പ്യൂട്ടർ അത് ഉത്തരം ശരിയാണെന്ന് പറയുകയാണെങ്കിൽ സുഗുണൻ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നു. ഓക്കെ, ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു, കാക്ക കൊത്തി കടലിലിട്ടു. അയ്യപ്പന്റെ അമ്മ ചുട്ടത് എ നെയ്യപ്പം, ബി ഉണ്ണിയപ്പം, സി ഇടിയപ്പം. ബി ഉണ്ണിയപ്പം. സംശയമൊന്നുമില്ല? അത്ര ഉറപ്പിച്ചു പറയാൻ കാരണം ബി ഉണ്ണിയപ്പം തന്നെ ആയിരിക്കും സാർ. കാക്കയില്ലേ, അതിന്റെ കൊക്കിൽ ഒതുങ്ങുന്നതേ അത് പൊത്താൻ പറ്റും. നെയ്യപ്പം എന്നൊക്കെ പറയാൻ നല്ല വെയിറ്റ് ഉള്ള സാധനമില്ല. പിന്നെന്തത് ഇടിയപ്പം, അതെല്ലാം കൂടെ പിടി തൊണ്ടയിൽ കയറും. അതുകൊണ്ട് ഉണ്ണിയപ്പം തന്നെ, ബി ഉണ്ണിയപ്പം. കമ്പ്യൂട്ടർ ട്രിഗർ. ബി ഉണ്ണിയപ്പം. സുഗുണൻ പറഞ്ഞ ആൻസർ ബി ഉണ്ണിയപ്പം. സുഗുണൻ പറഞ്ഞ ആൻസർ തെറ്റിപ്പോയി. സുഗുണന് വണ്ടിക്കൂലിക്ക് പോലുമുള്ള പൈസ തരാൻ കഴിയാത്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇതിനുള്ള ഉത്തരം പോലും അറിഞ്ഞിടാത്ത നീയാണ് കോടീശ്വരം പരിപാടി കളിക്കാൻ പോകുന്നത്.
അല്ല അത് ഒരു പ്രാവശ്യം ആ ഒരു അവസരം തന്നു നീ ഒരു ചാൻസ് ഒറ്റ ചാൻസ്. എന്നാ ശരി, ഇനി ഒരു ചാൻസും കൂടെ. അപ്പൊ രണ്ടാമത്തെ ചോദ്യം. ക്ലാ ക്ലാ ക്ലീ ക്ലീ ക്ലൂ ക്ലൂ. സുരേഷ് തിരിഞ്ഞു നോക്കിയപ്പോൾ മുറ്റത്ത് കണ്ടത്. സർ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. മിസ്റ്റർ സുഗുണൻ, ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കണം. ക്ലാ ക്ലാ ക്ലീ ക്ലീ ക്ലൂ ക്ലൂ. സുരേഷ് തിരിഞ്ഞു നോക്കിയപ്പോൾ മുറ്റത്ത് കണ്ടത്. എ തവള, ബി കോഴി, സി മൈന. സി മൈന. സി മൈന. ഉത്തരം ഉറപ്പിക്കാം. ഉറപ്പിക്കാം സാർ. ശരി, എന്നാൽ കമ്പ്യൂട്ടറിനോട് ചോദിക്കാം. കമ്പ്യൂട്ടർ ട്രിഗർ. ഓപ്ഷൻ സി മൈന. ഉത്തരം വളരെ ശരിയാണ്. ഉത്തരം വളരെ ശരിയാണ്. അപ്പൊ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. മൂന്നാമത്തെ ചോദ്യം. അണ്ണന്റെ കയ്യിൽ നിന്നും. അണ്ണന്റെ കയ്യിൽ നിന്നും മിസ്റ്റർ സുഗുണൻ, അണ്ണന്റെ കയ്യിൽ നിന്നല്ല. അണ്ണാൻ ഈ മരത്തിലൊക്കെ ചാടി നടക്കുന്ന അണ്ണാന്റെ കയ്യിൽ നിന്നും ഇതെല്ലാം കളഞ്ഞു പോയത് കൊണ്ടാണ് അണ്ണാൻ എന്തോ കളഞ്ഞത് കണക്കിരുന്നത്. അണ്ണാന്റെ കയ്യിൽ നിന്ന് കളഞ്ഞതല്ലാതെ ഏത്? എ കശുവണ്ടി, ബി മങ്ങണ്ടി, സി തേങ്ങണ്ടി. എന്തോ അണ്ണാന്റെ അല്ലാതാ മിസ്റ്റർ, അണ്ണാന്റെ അല്ല, അണ്ണാന്റെ കയ്യിൽ നിന്ന് കളഞ്ഞല്ലാത്. എന്തിനാണ് അണ്ണ ഇതൊക്കെ കൊണ്ട് കളയണത്? ഉത്തരം ഏ തേങ്ങ. സംശയമൊന്നുമില്ല. ഇല്ല. ആരോടും ചോദിക്കണ്ട. വേണ്ട. കോടീശ്വരൻ ലൈഫ് ലൈൻ യൂസ് ചെയ്യണം. വേണ്ട. അപ്പൊ ഉത്തരം ഉറപ്പിക്കാം. ഉറപ്പിക്കാം. ശരി, അപ്പൊ സുഗുണന്റെ ഉത്തരം ബി മാങ്ങേണ്ടി. നിങ്ങൾ നേരത്തെ തേങ്ങാണ്ടിന്നല്ലേ പറഞ്ഞത്? അല്ല, ഞാൻ മാങ്ങേണ്ടി എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ മാറ്റി പറയാൻ പറ്റില്ല മിസ്റ്റർ സുഗുണൻ. എന്തായാലും അപ്പൊ നമുക്ക് ഉത്തരം ഉറപ്പിക്കാം. ബി മാങ്ങാണ്ടി അല്ലേ? എനിക്ക് അത്ര ഉറപ്പില്ല സാർ. ഹെൽപ്പ് ലൈൻ വേണം. ഓക്കെ, അപ്പോ സുഗുണൻ ആരെയാണ് വിളിക്കാൻ പോകുന്നത്? നമ്മുടെ ചായക്കടയിൽ ശശി എന്നെ വിളിച്ചു ചോദിക്കാം. ഓക്കെ, നമ്പർ ഡയൽ ചെയ്യാം. ഹലോ മിസ്റ്റർ ശശി, നിങ്ങളുടെ സുഹൃത്ത് സുഗുണൻ ഈ കോടീശ്വരൻ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്ത് ഇപ്പം വളരെ ധർമ്മ സങ്കടത്തിലാണ്. ചോദ്യം സുഗുണൻ നിങ്ങളോട് നേരിട്ട് ചോദിക്കും. ഹലോ. ശശിന, മറ്റേ അണ്ണാന്റെ കയ്യിൽ നിന്ന് മറ്റേ ലാത് കളഞ്ഞു പോയതുകൊണ്ടാണ് ഇത് കയ്യിൽ നിന്ന് കളഞ്ഞു പോയതാണ്. ഹലോ ഹലോ സാർ, ലൈൻ കട്ടായി പോയി സാർ. സോറി മിസ്റ്റർ സുഗുണൻ, എന്താണ് നിങ്ങളുടെ ഫൈനൽ ആൻസർ? സാർ, അത് തേങ്ങേണ്ടി തന്നെയാണ്. കാര്യം ഈ അണ്ണാന്റെ കയ്യിൽ ഒതുക്കാൻ പറ്റാത്തോണ്ടല്ലേ കളഞ്ഞു പോയത്. അപ്പം തേങ്ങേണ്ടി. അപ്പൊ ഉത്തരം ഉറപ്പിക്കാം. ഉറപ്പിക്കാം. സി തേങ്ങാണ്ടി. യെസ്. കമ്പ്യൂട്ടറിനോട് ചോദിക്കാം. കമ്പ്യൂട്ടർ ട്രിഗർ. സി തേങ്ങാണ്ടി. സുഗുണൻ പറഞ്ഞ ഉത്തരം തെറ്റിപ്പോയി. അല്ല, ഇത് കള്ളകളിയായി. നീ എവിടെയെങ്കിലും തേങ്ങാണ്ടി എന്ന് കേട്ടിട്ടുണ്ടോ? എടാ, നീ കള്ളകളിയാണ് സാർ. കളഞ്ഞ അമ്മായി പോയ ഒരു മാങ്ങാണ്ടി. നിനക്ക് 100 കോടി. എടാ, ഇതിനുള്ള ഉത്തരം പോലും അറിഞ്ഞൂടാത്ത നീയാണ് കോടീശ്വരം പരിപാടി കളിക്കാൻ പോകുന്നത്.